വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ചാലിശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നെല്ല് സംഭരിക്കാൻ തദ്ദേശ ജനപ്രതിനിധികളുടെ ഇടപെടൽ കർഷകർക്ക് പ്രതീക്ഷയായി. സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികൾ കർഷകരുടെ ദുരിതം നേരിൽ കണ്ട് വിലയിരുത്തി. ഉടൻ തന്നെ നെല്ല് സംഭരണം ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലുമാണ് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിഞ്ഞാലിൽ എന്നിവർ കർഷകരുടെ ദുരിതം നേരിൽ കണ്ട് വിലയിരുത്തി. PMOയുമായും തൃത്തല കാർഷിക വകുപ്പുമായും ബന്ധപ്പെട്ടപ്പോൾ ശനിയാഴ്ച തന്നെ നെല്ല് സംഭരണം ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി അവർ അറിയിച്ചു. നെൽകർഷകരുടെ കാര്യം വളരെ ഒരു ദുരിതമാണ്. നമ്മുടെ നാട്ടിൽ ചാലിശ്ശേരിയിൽ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നവർ. അപ്പോൾ നമുക്കിത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് മന്ത്രിയൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി പള്ളങ്ങാട്ടുചിറ ഉൾപ്പെടെ എല്ലാ കൃഷിക്കാരുടെയും നെല്ല് കയറ്റി അയച്ചു. അവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫണ്ട് കിട്ടുമെന്നൊക്കെ പറയും. കയറ്റി കൊണ്ടുപോയവരുടെ നെല്ല് തന്നെ ആരാ കൊണ്ടുപോയതെന്ന് അറിയില്ല. അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കൗക്കോട് പ്രദേശത്ത് ഇവിടെയുള്ള കൃഷിക്കാരുടെ നെല്ലാണ് ഇവിടെ കിടക്കുന്നത്. മാസങ്ങളോളമായി നെല്ലിങ്ങനെ കിടക്കുന്നു. ടാർപ്പായിട്ട് മൂടി വളരെ സുരക്ഷിതമായി രാത്രി കാവൽ പോലും നിന്നിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇത് സംരക്ഷിക്കുന്നത്. ഈ അവസ്ഥ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ സാധിക്കില്ല. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ടോക്കൺ ലഭിച്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനാൽ ഹരിത പാടശേഖരത്തിൽ ഏകദേശം 500 ചാക്കും പെരുമണ്ണൂരിൽ 330 ചാക്ക് നെല്ലും ടാർപ്പായ വിരിച്ച സംരക്ഷിച്ചിരിക്കുകയാണ്. 6 മാസം കഠിനാധ്വാനം ചെയ്ത കർഷകർ വിളയിച്ചെടുത്ത മികച്ച നെല്ല് മഴ നനഞ്ഞ പാടത്ത് കിടക്കുന്നത് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. മുഹമ്മദ് സുലൈമാൻ, മാമ്പുള്ളി കുഞ്ഞുമോൻ, E മുഹമ്മദ് ഹനീഫ, ജലീൽ പട്ടിശ്ശേരി, K രാജേന്ദ്രൻ പെരുമണ്ണൂർ, TV അശോകൻ, സുരേഷ് സുന്ദരൻ, ഗോപി മടത്തിൽപ്പടി, ജലീൽ നരിക്കാട്ടിൽ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സന്ദർശനത്തിലുണ്ടായിരുന്നു. നെൽകർഷകരുടെ ദുരിതത്തെക്കുറിച്ച് റൈറ്റ് വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കൂറ്റനാട്. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6-ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7-ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷൻ ഇല്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.